ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പോളണ്ടിലാണ്. സോ ഇവിടെ നിന്ന് ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ റൂമിൽ ട്രെയിൻ എടുത്തിട്ട് ഞാനൊരു സിറ്റിയിൽ വന്നു. ഇവിടെ നിന്ന് ഇനി ഫ്ലിക്സ് ബസ് എടുത്തിട്ട് ക്രാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയിലേക്ക് പോകണം. ഇവിടുന്ന് ഒരു 3 എയർപോർട്ട് അപ്പുറയാണ്. അവിടെ പോയിട്ട് 4 മണിക്കൂറാണ്. സോ 4 മണിക്കൂർ ഇവിടുന്ന് ബസ്സിൽ പോയാലാണ് അങ്ങോട്ട് എത്തുള്ളൂ. അവിടെ നിന്ന് ഈവനിങ് ആണ് എനിക്ക് ഫ്ലൈറ്റ്. പക്ഷേ ഇവിടെ ഇപ്പോൾ രാവിലെ നേരത്തെ തന്നെ റൂമിൽ നിന്ന് നേരത്തെ വെളുപ്പിന് തന്നെ ഇറങ്ങി. പക്ഷേ ലൈക്ക് ഇത്രയും ടൈമുള്ളതുകൊണ്ട് അവിടെ എത്തിയിട്ട് എയർപോർട്ടിൽ ഒരു 1:30 ആകുമ്പോൾ എത്തും. പിന്നെയും വൈകുന്നേരം വരെ എയർപോർട്ടിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് വേണം സ്വിറ്റ്സർലൻഡിലേക്ക് പോകാൻ. ഞാൻ എക്സൈറ്റഡ് ആണ്, കാരണം ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് ആദ്യമായിട്ടാണ് പോണത്. എൻ്റെ മാപ്പിൽ ഞാനിങ്ങനെ എല്ലാ കൺട്രിയും പോയിൽ നടുവിലുള്ള ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. ചുറ്റും സ്വിറ്റ്സർലൻഡിലുള്ള രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്, സ്വിറ്റ്സർലൻഡ് പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് സ്വിറ്റ്സർലൻഡിലേക്ക് പോകാൻ നിൽക്കുന്നത്. സോ ഞാൻ ബസ് കയറാൻ വേണ്ടി നിൽക്കുവാണ്. ബസ്സെല്ലാം ബാഗെല്ലാം എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോവാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്താ പറയുക, എന്നെ ഇവിടെ സിറ്റി അല്ലാണ്ട് എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിച്ചു തന്നു. താങ്ക് യു. കാരണം എല്ലാ സ്ഥലത്തും സിറ്റി കണ്ട് മടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം എല്ലാ സിറ്റിയിലും സ്ക്വയറും കാസിലും ഓൾഡ് ടൗണും മാത്രമേ ഉള്ളൂ. അതൊന്നും ഞാനിവിടെ കാണാണ്ട്, അതും കാസിൽ നമ്മൾ കണ്ടത് ഓൾറെഡി ഔട്ടറിൽ പോയിട്ടാണ് കണ്ടത്. വില്ലേജിലെ കാസിലായിരുന്നു. ഈവൻ ഡിഫറെൻ്റ് ആയിരുന്നു എല്ലാം. അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ ഹൈക്കിങ്ങിന് പോയി, എല്ലാം അടിപൊളിയായിരുന്നു. ഇന്നലത്തെ ഡേയും ഞാനൊക്കെ അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. സോ വീണ്ടും എവിടെയൊക്കെ വെച്ച് കാണാം. താങ്ക് യു. ഇനി മേ ബി ഞാൻ ലാറ്റ്വിയ, ലിത്വാനിയൊക്കെ അടുത്തുള്ള രാജ്യങ്ങളിൽ വരുമ്പോൾ അടുത്തുള്ള രാജ്യങ്ങളിലൊക്കെ വീണ്ടും ഞാൻ മേ ബി സെപ്റ്റംബർ ടൈമിലൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ വീണ്ടും കാണാം, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പിന്നെയും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. ഞാനിത് അവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ എത്തിയിട്ടുണ്ട്. ഇനി ഇഷ്ടംപോലെ സമയമുണ്ട് എനിക്ക്. സോ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കയറിയിട്ടിരിക്കണം. ഞാനിതാ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാനിതാ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈസി ജെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്ലൈറ്റ് ആണ്, അതിലാണ് പോകുന്നത്. ഭയങ്കര സൗണ്ട്. സോ ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു 2 hours, ഒരു 9 o'clock ഒക്കെ ആകുമ്പോൾ അവിടെ ഇവിടെ സെയിം ടൈമാണ്. ഫ്ലൈറ്റിലിരിക്കുമ്പോൾ കാണുന്ന വ്യൂ കണ്ടോ, ഫുൾ മൗണ്ടെയിൻസും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കാണുന്നത്. ഫൈനലി ഞാനിതാ സ്വിറ്റ്സർലൻഡിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ ലാൻഡ് ചെയ്തിട്ട് കേട്ടോ. ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ വൈഫൈ കണക്ട് ചെയ്തപ്പോൾ വൈഫൈ കണക്ട് ആവുന്നില്ല. അപ്പോൾ ഇത് വൈഫൈ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കോഡൊക്കെ അടിച്ചു കൊടുത്തിട്ട് ആ കോഡ് എൻ്റർ ചെയ്താലൊക്കെ നമുക്ക് വൈഫൈ കിട്ടുള്ളൂ. അതുവരെയും വൈഫൈ കിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ കാണുന്നത്. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ എയർപോർട്ടിൽ വന്നതിന് ശേഷം ഞാനിത് ഇന്നലെ ഇവിടെ വന്ന് ടയേർഡായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സോൺ ഹോളിഡേയ്സിൻ്റെ പാക്കേജ് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു സ്വിറ്റ്സർലൻഡ് കറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ വണ്ടി ഏതാ നോക്ക്, മിനി കൂപ്പറാണ്. സോ ഞാൻ ഈ വണ്ടിയിലാണ് ഞാൻ സ്വിറ്റ്സർലൻഡ് മൊത്തം കറങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് അല്ല ലിൻഡിൻ. ഇവിടെ ലിൻഡിൻ്റെ ഇതിൽ ഞാൻ ഓൾറെഡി പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ ചോക്ലേറ്റ് എല്ലാം ഡയറക്റ്റ് കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സോ ഇത് ലിൻഡിൻ്റെ തന്നെ റെഡ് കളറിലത് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിസ്താഷ്യോ ഉണ്ട്, പല ഫ്ലേവേഴ്സ് ഉണ്ട്. പക്ഷേ കൂടുതൽ ടേസ്റ്റും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതാണ്. സ്വിറ്റ്സർലൻഡിലൊരു ബ്യൂട്ടിഫുൾ ലേക്കിലാണ് ഞാൻ പോകാൻ നിൽക്കുന്നത്. ഇവിടെ എവിടെ വരുന്ന വഴിക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല. സീരിയസ്ലി ഞാൻ കണ്ട വഴികൾ അയ്യോ ഒന്നും പറയാനില്ല. എല്ലാ സൈഡും ഭയങ്കര അടിപൊളിയാണ്. നോക്ക്, അവിടെ കണ്ടോ, അവിടെ പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ട്. ഇതേ കുറേ ഓരോ സൈഡിലെ വ്യൂസും ഭയങ്കര അടിപൊളി. ക്രിസ്റ്റൽ ക്ലിയർ ആയ ആ കല്ല് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. നോക്ക്, എല്ലാവിടെയും ഭയങ്കര ക്ലീനും നീറ്റും, ഭയങ്കര രസം. ഇത് നോക്കിക്കേ, അയ്യോ എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ. നോക്ക്, അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഓരോരുത്തർ പോകുന്നത്, ഓരോ സ്ഥലങ്ങൾ ഭയങ്കര രസമാണ്. അവിടെയൊക്കെ പോയിട്ടാണ് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. നോക്ക്, ഭയങ്കര രസമുണ്ട്, അടിപൊളിയാണ്. നോക്കി അങ്ങോട്ട് നോക്ക്. നമുക്കിതങ്ങനെ നടന്ന് ഇങ്ങനെ കുറേ ഹൈക്ക് ചെയ്ത് ഓരോ സ്ഥലത്തേക്ക് പോവാം. കേബിൾ കാറിൽ പോവാം. ഓരോ ഏരിയയിൽ ഓരോ സ്ഥലത്തേക്ക് പോവാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ യൂറോപ്പിൽ ഇത്രയും രസമില്ല. എനിക്കറിയാമായിരുന്നു സ്വിറ്റ്സർലൻഡ് ഭയങ്കര അടിപൊളിയാണ്, ബ്യൂട്ടിഫുൾ ആണ് എന്നൊക്കെ. പക്ഷേ ലൈക്ക് ഓവർ ഹൈപ്ഡ് എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. ആ സാധനം മാറി. ഇവിടെ എത്തിയപ്പോൾ അത് മാറി, സത്യമായിട്ട് മാറി. ഇവിടെ എത്തിയപ്പോൾ അതെല്ലാം സത്യമായിരുന്നു. നമ്മളില്ലേ ഒരു കാര്യം കാണുന്നവരെ നമുക്കത് മനസ്സിലാവില്ലല്ലോ. പക്ഷെ നേരിട്ട് കണ്ടു കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു റിയാലിറ്റി മനസ്സിലാവുന്നത്. ഇപ്പോൾ നോക്കി, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം അതിന് ഇത് ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഇത്. ഈ സ്ഥലം മാത്രമല്ല, ഓരോ സ്ഥലവും
വരുന്ന ഓരോ സ്ഥലങ്ങളും അടിപൊളിയാണ്. ഞാനിവിടെ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കേബിൾ കാറിലാണ് പോകുന്നത്. നടന്ന് പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേബിൾ കാറിൽ മുകളിലേക്ക് പോയിട്ട് അടിപൊളി ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കാണാൻ പോവാണ്. കേബിൾ കാറിൽ കയറിയിട്ട് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുത്തെ വ്യൂ നോക്ക്, കണ്ടോ? വാവ്, അടിപൊളിയാണ്. ഒരുപാട് ദൂരമല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ എത്തും. അതിൻ്റെ ടോപ്പിലെത്തിയപ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. നോക്ക്, ഇവിടെ വേറെ തന്നെ ഒരു ടൈപ്പ് വ്യൂ ആണ്. ഇപ്പോൾ ഈ ഒരു സമ്മർ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഫുൾ പച്ചപ്പും ഗ്രീനറിയും ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയാണ്. എപ്പോൾ വന്നാലും അടിപൊളിയാണ്. എന്നാലും ഇതൊരു 4 to 5 hours ട്രക്കിംഗ് ഉണ്ട്. താഴേന്ന് മുകളിലേക്ക് എത്താൻ മാത്രം ഒരു ഫുൾ ഡേ ട്രക്കിംഗ് ഉണ്ട്. കേബിൾ കാറിൽ വന്നുകൊണ്ട് മാത്രം പെട്ടെന്ന് എത്തിയത്. ഇവിടെ ഇറങ്ങിയിട്ട് ഇനി ഒരു 20 minutes നമുക്ക് വാക്ക് ചെയ്യാനുണ്ട്. നമ്മൾ താഴേന്നേ വരാണെങ്കിൽ കുറേ വാക്ക് ചെയ്യാനുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ കേബിൾ കാറിൽ വന്നുകൊണ്ട് ഓക്കെയാണ്. ഓ, അടിപൊളിയാണ്. ഇപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് സ്നോ ഇങ്ങനെ മോൾ ഭാഗത്ത് കുറച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ കുറേ പൂക്കളുണ്ട്, കാരണം സ്പ്രിങ് ആണ്. വേണ്ട, ഫുൾ പൂക്കളും അടിപൊളിയാണ്. ഏത് ആംഗിളിൽ നോക്കിയാലും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ലൈഫിൽ 1 time എങ്കിലും സ്വിറ്റ്സർലൻഡ് വിസിറ്റ് ചെയ്യണമെന്ന്. അതിപ്പോൾ ട്രൂ ആണ്, സത്യമാണത്. എന്തായാലും ലൈക്ക് നമുക്കൊരു ചാൻസ് കിട്ടുന്ന സമയത്ത് എന്തായാലും സ്വിറ്റ്സർലൻഡൊക്കെ വന്ന് കാണാം. ഇവിടെ ഉണ്ടോ 15 minute, 1.5 minute, 3.5 മണിക്കൂർ, 6 മണിക്കൂറിൻ്റെ ഒക്കെ ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ട്രക്കിംഗ് ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോവാം. പക്ഷെ ഞാനിപ്പോൾ ജസ്റ്റ് ചെറിയ ഇത് മാത്രമേ പോകുന്നുള്ളൂ. അതിനൊക്കെ പോകണമെങ്കിൽ ഒരുപാട് ടൈം വേണം. ടൈമിനേക്കാളപ്പുറം ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നമുക്ക് ലൈക്ക് കുറച്ച് ദിവസത്തിൽ കുറേ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അടിപൊളിയാണ്. കുറേ ദിവസം നിൽക്കണമെങ്കിൽ അത്രയും എക്സ്പെൻസ് അല്ല വരും. ഇതാ അവിടുത്തെ ലേക്കിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് ബ്ലൂവിനൊരു കുറവുണ്ട് എന്ന് തോന്നുന്നു. കണ്ടോ, ഒരു ലൈറ്റ് ഗ്രേ പോലത്തെ ഒരു ബ്ലൂ ആണ് കേട്ടോ. ഞാൻ വെച്ചു ഭയങ്കര ബ്ലൂ ആയിരിക്കുന്നു, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കണ്ടോ, എവിടെ നോക്കിയാലും നല്ല രസം. എല്ലാവരും ഹൈക്ക് ചെയ്താണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. കാരണം എല്ലാവരും ക്ഷീണിച്ച് കിതക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ കണ്ടോ നീല കളറ് കാണാൻ പറ്റുന്നത് അവിടെയൊക്കെ. എനിക്കൊന്നും വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇതുവഴി ഇതിങ്ങനെ ട്രക്ക് ചെയ്ത് താഴേക്ക് ചെറുതായിട്ട് ഇറങ്ങിയിട്ട് വരണം. ലേക്കിൽ ഇതാ ആൾക്കാർ കുറേ പേര് ഹാമൊക്കെ കെട്ടിയിരിക്കുന്നുണ്ട്, കുറേ പേര് വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇതാ ബോട്ടിങ് കണ്ടോ, ബോട്ടിങ് ചെയ്ത് അങ്ങോട്ടെല്ലാം പോകുന്നുണ്ട്. ആ ബോട്ടിൽ ഇങ്ങനെ കയാക്കിങ് ചെയ്ത് പോകുന്നത് കാണാൻ അടിപൊളിയാണ് കേട്ടോ. അതിന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഒരാൾ കൂടെ വരും, എന്നിട്ട് വേണം അവരിങ്ങനെ തുഴയും നമുക്കിങ്ങനെ ഇരിക്കാം. ഓ, എന്ത് രസമല്ലേ, അടിപൊളി. ശരിക്കും ബ്ലൂ ആണ്, പക്ഷെ എന്താ കാണാൻ പറ്റില്ല. ദൂരേന്ന് കണ്ടപ്പോൾ ഗ്രേ പോലെ തോന്നി, പക്ഷെ ഇവിടെയൊക്കെ എത്തിയപ്പോൾ ഫുള്ള് ബ്ലൂ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ വീഡിയോയിൽ കുറച്ച് ഡാർക്കായിട്ടാണ് കാണുന്നത്, എന്താ സംഭവം എന്നറിയില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബ്ലൂ ആയിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. ശരിക്കും നല്ല ബ്ലൂ ആണ് കേട്ടോ. വെയിലടിക്കുമ്പോൾ നല്ല ബ്ലൂ ആയി കാണാൻ പറ്റുന്നുണ്ട്. ഓരോ ആംഗിളിനും ഓരോ കളറാണ്. ഇത് നോക്ക്, പശു പോകുന്നത് കണ്ടോ, ഓ അടിപൊളി. അതിൻ്റെ കഴുത്തിൽ നോക്കി, കഴുത്തിലൊക്കെ എന്തൊക്കെയോ ഇട്ടിട്ട് അടിപൊളി, നല്ല രസമുണ്ട്. ഇത്രയും വലിയ വെയിറ്റ് എങ്ങനെയാണ് ഇത് താങ്ങണത്. പക്ഷെ അതിൻ്റെ സൈസ് നോക്ക്, ഭയങ്കര സൈസ്. ഓ സീൻ, എന്ത് സൈസാണല്ലേ പശുവിന്. ഇത്രയും സൈസുള്ള പശുവിനെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അമ്മോ. ഇവിടെ ഞാൻ അടുത്ത സ്ഥലത്ത് വന്നിട്ടുണ്ട്. ബ്ലൗസി അങ്ങനെയാണ് സ്പെല്ലിങ് ആണെന്ന്, പ്രൊണൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ പ്രൊണൗൺസിയേഷനൊക്കെ ഡിഫറെൻറ്റാണ്. ഇവിടെ തൊട്ടാൽ പൈസയാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, എല്ലാ സ്ഥലത്തും എൻട്രി ഫീ ഉണ്ട്. ലൈക്ക് എത്ര ബ്യൂട്ടിഫുൾ ആണെങ്കിലും അവിടെ എൻട്രി ഫീ ഇല്ലാണ്ട് ഇല്ല, എല്ലാവരുടെയും എൻട്രി ഫീ കൊടുത്തിട്ട് വേണം പോകാൻ. ഇത് നോക്ക്, എന്ത് രസമാണ്. അയ്യോ, അടിപൊളിയാണ് കേട്ടോ. ശരിക്കും കളർ ഇങ്ങനെ സ്കൈ ബ്ലൂ, അവിടെ ഡാർക്ക് ബ്ലൂ, ഇവിടെ ആഴം കുറവാണ്. ഇത് നല്ല ഫ്രഷ് മീനെന്ന് കുറേ മീനൊക്കെ ഇട്ട്, വാവ് അടിപൊളി. ഇവിടെ നോക്ക്, നല്ല രസമുണ്ട്. എന്ത് ക്രിസ്റ്റൽ ക്ലിയറാണ്. അതിൻ്റെ താഴ്ഭാഗമൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓ, ഇവിടെ നോക്കിയേ, നല്ല ആഴമുണ്ട്. കാരണം അങ്ങോട്ട് കാണാൻ പറ്റില്ല, ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങോട്ട് ശരിക്കും ബ്ലൂ ആയിട്ടാണ് കാണുന്നത്. വലിയ മീൻ ഇങ്ങനെ പോകുന്ന മാത്രം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സൈഡിലേക്ക് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് മറ്റേ സാധനം, ലൈക്ക് എന്തോ ഒരു പത പോലത്തെ സാധനം. കണ്ടാ പല കളറ് മീനാ നോക്കി. ഇത് വൈറ്റ് കളറ്, ഇത് ബ്ലാക്ക് കളറ്. ഓ, പിടിച്ച് തിന്നാൻ തോന്നുന്നു എനിക്ക്. വാവ്, നല്ല വലിയ സൈസുള്ള മീനാട്ടാ, നല്ല വെയിറ്റ് ഉണ്ട് അതിനെല്ലാം. അതൊക്കെ എന്താ വേറെ കളറ്. ഓ, നല്ല രസമുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന്, ഭയങ്കര വലുതാണ്.
വാവ് അടിപൊളി. അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, എങ്ങോട്ട് വേണേ നോക്കൂ. അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. എല്ലാ സൈഡും ഒരേപോലെ ഭംഗിയാണ്. എനിക്ക് ഞാൻ ഒരു വീഡിയോസിൽ കണ്ടിട്ടുണ്ടേ, ഇത് ഓട്ടം സീസണിൽ ഈ പൂക്കളൊക്കെ ഇവിടെ മൊത്തം പൂക്കളും ഒരു യെല്ലോയും റെഡൊക്കെ ആയിട്ട് ഈ മരങ്ങൾ മൊത്തം മാറും. അപ്പം കാണാൻ ഇതിൻ്റെ ഇരട്ടി രസമാണ്. ഇപ്പോഴും രസമുണ്ട്. ഏത് ടൈമിൽ വന്നാലും കാണാൻ അടിപൊളി. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ആ ഒരു സ്പ്രിങ് സീസണിലാണേ. വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ആ ബ്ലൂ കാണാൻ പറ്റില്ല. ഇത് ഭയങ്കര ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബ്ലൂ ആണേ. പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല. അവിടെ എന്താ ഗ്രില്ല് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അവിടെ പുകയൊക്കെ എങ്ങനെ പോയി മുകളിലേക്ക് പോണ്. ഇതിൻ്റെ കളർ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത? വീഡിയോയിൽ അറിയാൻ പറ്റുന്നില്ല കേട്ടോ. റിഫ്ലക്ഷൻ അടിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര ബ്ലൂ ആണ്, നല്ല രീതിക്ക് ബ്ലൂ ഉണ്ട്. പക്ഷെ നോക്ക്, ഇവിടെ കുറേ ഇന്ത്യൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോൾ കുറേ ആൾക്കാർ ഇന്ത്യൻസിനെ കണ്ടു. ഇവിടെയൊക്കെ ഇതേ അവർ സ്വന്തമായിട്ട് ഗ്രില്ല് ചെയ്യുന്നത്. അതാണ് ഈ പുക. ഇവിടെ നമുക്ക് ഇവിടെ ഫിഷ് പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അല്ലാണ്ട് നമുക്ക് ഇവിടെ ഗ്രില്ലടിക്കുന്നുണ്ട്. അവർ എന്താ ഫിഷാണോ ഗ്രില്ലടിക്കുന്നത്, എന്താണ് ഗ്രില്ലടിക്കുന്നതെന്ന് എനിക്കറിയില്ല. നമുക്ക് നിറയെ സൈഡിൽ കൂടെ വരുന്നു ഇഷ്ടംപോലെ മീനാണ്. നോക്ക്, വാവ്, എന്താ കാണാത്ത നീല കളർ, എന്താ കാണാത്ത? എൻ്റെ കണ്ണിലത് ഭയങ്കര ബ്ലൂ ആണ്. പക്ഷെ വീഡിയോയിൽ അത് വരുന്നുമില്ല. ഇവിടുന്ന് പിന്നെയും കുറച്ചും കൂടെ ബ്ലൂ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടെ ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട്. ഇതിനെന്തൊക്കെയോ കഥയും ചരിത്രം ഉണ്ട് കേട്ടോ. കാരണം നോക്ക്, അവിടെ ഒരു പെണ്ണിങ്ങനെ നിൽക്കുന്നുണ്ടോ, പെണ്ണിൻ്റെ ഒരു കല്ല് പോലത്തെ രൂപം, അങ്ങനെ എന്തോ പ്രത്യേകതയൊക്കെ ഉണ്ട്. ഇപ്പം ശരിക്കും ബ്ലൂ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനൊരു അഫ്ഗാൻ റെസ്റ്റോറൻറ്റ് വന്നേക്കാണ് കേട്ടോ. കാരണം ഇവിടെ ബാക്കി എല്ലാത്തിനും ഒടുക്കത്തെ പ്രൈസാണ്. അപ്പോൾ ഇവിടെ അഫ്ഗാനിസ്ഥാൻ റെസ്റ്റോറൻറ്റ്, അങ്ങനെ അറബിക് റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് പിന്നെയും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഒരു 2500 to 3000 രൂപയാവും ഒരാൾക്ക് ഫുഡ് കഴിക്കാനായിട്ട്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഫുഡൊക്കെ കഴിച്ച് അവിടെ സ്റ്റേ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജിലേക്കാണ് വന്നിട്ടുള്ളത്. ഗ്രിൻഡൽവാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇത് എൻ്റെ ബാക്കിലുണ്ടോ നല്ല മൗണ്ടെയിൻസ് ഒക്കെയാണ് കാണുന്നത്. സോ ഇവിടെ കുറേ നടന്ന് നമുക്ക് കാണാം. ഇവിടെ കേബിൾ കാർ ഉണ്ട്, നടന്ന് കാണാം, എങ്ങനെ വേണമെങ്കിൽ കാണാം. സോ ഞാൻ നടന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ആ വില്ലേജിലേക്ക് നടക്കാൻ വേണ്ടി പോവാണ്. സ്വിറ്റ്സർലൻഡിൽ എവിടെ നോക്കിയാലും ഭയങ്കര രസമുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. നോക്കിക്കേ, വീട് ഉണ്ടോ, ഓരോ മലേൻ്റെയും കുന്നിൻ്റെയും മുകളിലാണ്. നോക്ക്, പിന്നെ വീടുകളാണെങ്കിലും ഒരു പ്രത്യേക ഷേപ്പിലാണ്. എല്ലാം കാണാൻ നല്ല രസമുണ്ട്. യൂറോപ്പിലെ ബാക്കിയുള്ള വീടുകൾ പോലെയല്ല, ഇവിടുത്തെ വീടുകൾ കാണാൻ ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. അപ്പോൾ ആ മുകളിലുള്ള സ്നോ ഒക്കെ ഫുൾ മെൽട്ടായി. നല്ല വെയിലാണിപ്പോൾ. ഈവൻ ചെറിയൊരു തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട്. ഇതൊക്കെ നോക്കി കണ്ടോ, മൊത്തം പൂക്കളായിട്ട്. എവിടെ നോക്കിയാലും ഭയങ്കര ബ്യൂട്ടിഫുൾ കണ്ട. ഭയങ്കര രസമാണ് കാണാൻ. കുറേ പേര് സൈക്കിളിൽ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ സൈക്കിൾ ചെയ്യാൻ അടിപൊളിയായിരിക്കും. ഇത് വില്ലേജിൻ്റെ ജസ്റ്റ് ഒരു സൈഡ് മാത്രമാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഇങ്ങനെ തന്നെയാണ്. ഏത് ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 360 ആംഗിളിൽ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ഭയങ്കര രസമാണ് കാണാനായിട്ട്. കണ്ടോ, ഏറ്റവും കൂടുതൽ ഈ ഗ്രീനറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് നോക്കിയാലും ഗ്രീനറി കാണുമ്പോൾ ഭയങ്കര സമാധാനമാണ്. ആ വഴി കണ്ടോ, അങ്ങോട്ട് പോകാനുള്ള വഴി തന്നെ എന്ത് രസമാണ്. അവിടെ കുറേ മഞ്ഞ പൂക്കളും. ഇവിടെയൊക്കെ ശരിക്കും ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരുടെ വീട്ടിൽ എന്ത് അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ ആലോചിക്കണം, എൻ്റെ ഫ്രണ്ട് സ്വിറ്റ്സർലൻഡിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ, പുള്ളിക്കാരനൊക്കെ ഈ രാജ്യം വേണ്ടാന്ന് വെച്ചിട്ടാണ് ആമസോൺ കാട്ടിലെല്ലാം പോയിട്ട് നിൽക്കുന്നത്. എൻ്റെ ആമസോണിലെ വീഡിയോസ് കണ്ടറിയാം. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമെല്ലാം വിട്ടിട്ട് ആ കാട്ടിൽ പോയി താമസിക്കുന്നത്. ആമസോൺ അതിൻ്റേതായ ബ്യൂട്ടിയാണ്, പക്ഷേ എന്നാലും ഇത് ഇത്രയും രസമുണ്ടല്ലോ, എന്നിട്ടാണല്ലോ ഇത് വിട്ടിട്ട് പോയത് എന്നുള്ളത്. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ആമസോണാണ് കൂടുതൽ ഇഷ്ടം ഇവിടത്തേക്കാൾ കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അഡ്വഞ്ചർ ഉണ്ട്, പിന്നെ എന്തോ മൊത്തം കാടും ഒരു വൈൽഡ് ഫീലാണ്. ഇതെന്ന് പറയുമ്പോൾ നാച്ചുറലി സീനറ്റിക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഇവിടെ വന്നിട്ട് പൈസ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ വന്ന് താമസിച്ച് അങ്ങനെ നിൽക്കാൻ പറ്റും. ആമസോണിൽ പോയിട്ട് ഓരോ അഡ്വഞ്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിലേക്ക് പോയി അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. കാരണം നല്ല രീതിയിൽ എഫേർട്ട് എടുക്കണം, കുറേ കൊതുക്, ചൂട്, അങ്ങനത്തെ കുറേ കഷ്ടപ്പാടുകളുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ലൈക്ക് ഭയങ്കര സമാധാനം, പീസ്ഫുൾ, എന്താ പറയുക, ഭയങ്കര അടിപൊളി. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഈ സ്ഥലത്തെ വർണ്ണിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം നമുക്ക് കണ്ണിനും മനസ്സിനും എല്ലാത്തിനും ഒരു കുളിരാണ്.
സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും നല്ല രസമുണ്ട് കാണാൻ. പൂക്കളായിട്ട് മഞ്ഞയും പച്ചയും നീലയും വെള്ളയും. സ്വിസ്സിൽ വരുന്ന സമയത്ത് മസ്റ്റായിട്ടും കാണേണ്ട ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അടിപൊളി ഒരു വാട്ടർഫോളാണ്. കണ്ടോ, വാട്ടർഫോളാന്ന് തോന്നില്ല, എന്തോ ഒന്ന് സ്പ്രേ ചെയ്യുന്ന പോലെയാണ്. സ്റ്റൗബക്ക് ഫാൾ അങ്ങനെ എന്തോ ആണ് എഴുതിയേക്കുന്നത്. STAUBBACH അങ്ങനെ എന്തോ. ഇത് മുകളിലേക്ക് നമ്മൾ കയറി പോകട്ടോ. അതേ അതുവഴിയുണ്ടോ, അതുവഴിയെല്ലാം കയറിയിട്ട് വേണം മുകളിലേക്ക് കയറാനായിട്ട്. കൊള്ളാം, അടിപൊളി. ഇതേ അവിടെ എല്ലാം ഹെലികോപ്റ്ററൊക്കെ പോകുന്നുണ്ട്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. നമുക്ക് സ്കൈ ഡൈവിങ്, പാരാഗ്ലൈഡിങ്, അതുപോലെ ഈ ഹെലികോപ്റ്ററിലും ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ താഴത്തു കൂടെ തന്നെ മൊത്തം കാണിച്ചിട്ട് കൊണ്ടുപോകും. അതെല്ലാം അടിപൊളി. പക്ഷെ അതൊക്കെ കൊടുക്കത്ത പൈസയാണ്, അതൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റൂല. അതുവഴി കയറിയിട്ട് വേണം നമുക്ക് അവിടെ എത്താനായിട്ട്. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ആലോചിക്കുന്ന ഒരു മൗണ്ടെയിന് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വര അങ്ങനെ പോയിട്ടുണ്ട്. താഴെ എത്തുമ്പോൾ അവിടെ ഇങ്ങനെ തട്ടി വീണിട്ട് സ്പ്രേ പോലെ ഉണ്ട്. സ്വിറ്റ്സർലൻഡിലെ പശുവിന് തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. നമുക്ക് ഭയങ്കര രസമാണ്, അടിപൊളി. ഈ ഒരു ഫ്രെയിം നോക്ക്, ആ വാട്ടർഫോളും ആ പശു കിടക്കുന്നു, ആ പച്ചപ്പും, വാവ് അടിപൊളി. ഓക്കെ, അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു വില്ലേജ് മൊത്തം കാണാൻ പറ്റുന്നുണ്ട്. നോക്ക്, വാവ് ഭയങ്കര രസമുണ്ട്. ഇത് സൂം ചെയ്തിട്ടുണ്ടോ, ആ മൗണ്ടൈൻ്റെ മുകളിൽ ഇടയിൽ മാത്രം ഓരോ വീടുകൾ. ഈ കാണുന്നൊരു പള്ളിയാണ്. ഇവിടുത്തെ പള്ളി വരെ ഭയങ്കര ഡിഫറെൻ്റാണ്. ബാക്കി യൂറോപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ പള്ളിയും ഒരേപോലെയാണ്, പക്ഷെ ഇവിടെ ഭയങ്കര ഡിഫറെൻറ്റാണ്. വ്യൂ കണ്ട, എവിടെ നോക്കിയാലും അടിപൊളി വ്യൂ ആണ്. നോക്ക് എന്ത് രസമല്ലേ, ഫുൾ പച്ചപ്പ്. നോക്ക്, നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ പോകണം, എന്നിട്ട് വേണം ആ വാട്ടർഫോളിൻ്റെ അങ്ങോട്ട് എത്താൻ. വാവ്, നോക്ക്, ഇതുപോലത്തെ വഴി കൂടെ ഒക്കെ വേണം പോവാൻ. കണ്ട ഗുഹ, ആ ഗുഹേൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് വേണം ആ വാട്ടർഫോളിലേക്ക് എത്താനായിട്ട്. ഇത് ഡെഡ് എൻഡ് ആണ്. ഞാൻ വിചാരിച്ചു വാട്ടർഫോളിൻ്റെ അറ്റം വരെ പോകുന്നുള്ളൂ, പക്ഷേ ഈ ഒരു അടിപൊളി വ്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ശരിക്കും വിചാരിച്ചത് വാട്ടർഫോൾ നമുക്ക് ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്നുള്ളതാണ്. ആ വാട്ടർഫോളിൻ്റെ ആ വരയിൽ കൂടെ പോകുന്ന വെള്ളമാണ് ആ കാണുന്നത്, സ്പ്രേ പോലെ. അല്ലാണ്ട് അത് ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ അതിനില്ല. പക്ഷെ ഇത് അടിപൊളിയായിട്ട് ശരിക്കും ഈ ഒരു വില്ലേജെല്ലാം കറക്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ അല്ലാണ്ട് വാട്ടർഫാൾ കാണാൻ പറ്റുക എന്നുള്ള സംഭവം ഇവിടെ ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ശരിക്കും വാട്ടർഫാൾ കാണാൻ പറ്റും ക്ലോസ് ആയിട്ട് വന്നാൽ അതാണെന്ന് വിചാരിച്ചു. എല്ലാവരും പ്ലിങ് ആയിപ്പോയി ഇവിടെ വരെ വന്നിട്ട്. വാട്ടർഫാൾ കാണാൻ പറ്റില്ല, ഈ വ്യൂ കാണാം. പക്ഷെ വ്യൂ ഉള്ളതുകൊണ്ട് അടിപൊളിയാണ്, കുഴപ്പമില്ല, സെറ്റാണ്. എന്ത് രസമാണ്, എവിടെ നോക്കിയാലും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ വ്യൂസ്. ഇവിടെ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറേ വാട്ടർഫാൾ ഉണ്ട് കേട്ടോ. അപ്പുറത്തേക്ക് കണ്ടോ, അവിടെ കാണാൻ പറ്റും, ഇവിടെ ഉണ്ട്. ഇതിങ്ങനെ പോകുന്തോറും വാട്ടർഫാളിൻ്റെ എണ്ണം കൂടി വരെ അറ്റം വരെ പോവാം. ഇൻ്റർലക്കൺ ലൈക്കാണ് കേട്ടോ അത്. അയ്യോ, ഫുൾ ലൈക്കും ബ്ലൂ കളറിൽ. ഇപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് ആ ബ്ലൂ കളർ എടുത്ത് കാണുന്നുണ്ട്, അല്ലാത്തപ്പോൾ എപ്പോഴും കാണണം നിർബന്ധമില്ല കേട്ടോ. അതേ ഇപ്പം കണ്ടോ, ശരിക്കും നല്ല റിയൽ ബ്ലൂ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നോക്കി, ആ പച്ച ഇലകളുടെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നീല കളറായിട്ട് നമുക്ക് ശരിക്കും പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എല്ലാ പശുവിലും മണി ഉണ്ടാവും. അപ്പോൾ ആ പശുവിൻ്റെ മണി ഇങ്ങനെ പശുവിലോട് നമുക്ക് പ്രത്യേകം അറിയാം. അവിടെ എവിടെയോ പശുവിനെ കെട്ടിയിട്ടുണ്ട്, അവിടെ ഇങ്ങനെ മണി വെച്ച കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്ത് രസമാണല്ലേ, ഓരോ സ്ഥലത്ത് നോക്കിയാലും നീല, പച്ച, മഞ്ഞ, ക്രിസ്റ്റൽ ക്ലിയർ, ഓരോ ടൈപ്പ് രസമുള്ള സ്ഥലമാണ്. ഓരോ രസം കണ്ടോ. ക്രൂസ് ബോട്ടിലൊക്കെ പോകുന്നത്, കുറേ ആൾക്കാർ പോകുന്നുണ്ട് അതിൽ. ആ ബോട്ട് പോകുന്ന കാണാൻ തന്നെ രസമാണ് കേട്ടോ, അടിപൊളിയായിരിക്കും. ഇത് ലേക്കിൻ്റെ വേറൊരു സൈഡിൽ നിന്നുള്ള ലുക്കാണ് കേട്ടോ, അടിപൊളി. എൻ്റെ അമ്മോ നോക്കി, ഇപ്പം ശരിക്കും അതിൻ്റെ കളറൊക്കെ വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഗ്രീൻ. അവിടെ ആഴം കുറവുണ്ട്, ആഴം കുറവുള്ള സ്ഥലത്ത് ഇങ്ങനെ വൈറ്റ് പോലെ കാണാൻ പറ്റുന്നുണ്ട്. ആഴം കൂടുതലുള്ളവിടെ കണ്ടോ, ഇവിടെ ആഴം കൂടുതൽ, അതാണ് അവിടെ ഡാർക്ക് ബ്ലൂ ആയിട്ട് കാണുന്നത്, ഇവിടെ ലൈറ്റ് ബ്ലൂ. നമുക്ക് ഓ എന്ത് രസമാണല്ലേ, കളറും കൂടെ വരുമ്പോഴാണ് അടിപൊളി. ആ മൗണ്ടെയ്ൻസും ആ കളറും ആ വില്ലേജ് നോക്ക്. എനിക്ക് തോന്നുന്നു രാത്രി ഭയങ്കര അടിപൊളിയായിരിക്കും. ഇതേണ്ട ഒരുമിച്ച് നിൽക്കുന്നത്, അയ്യോ അടിപൊളി. നമുക്കിത് ഫുള്ളൊരു ഗ്യാപ്പില്ലാത്ത പോലെ നിൽക്കുന്ന പോലെ ഇല്ലേ, കംപ്ലീറ്റ്. ഇവിടെയൊക്കെ ഫുള്ള് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുള്ള വീടുകളാണ്. പോകുന്ന വഴിയിലെല്ലാം ഇതേപോലെ കുറേ വാട്ടർഫോൾസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നോക്കി, ഇടയിലിടയിൽ വലിയ കുറേ വാട്ടർഫോൾസ്.
അവിടുന്ന് നേരെ റൂമിലേക്ക് പോയി ഇനി കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.